മലപ്പുറം മഞ്ചേരി എലമ്പ്രയിൽ ഒരു LP സ്കൂളിനായുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പ് 4 പതിറ്റാണ്ടിന് ശേഷവും തുടരുകയാണ്. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ 3 മാസത്തിനകം നടപടികൾ സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. 8 മാസം പിന്നിട്ടിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ഏലമ്പ്രക്കാർ 40 വർഷത്തിനിപ്പുറവും കാത്തിരിക്കുകയാണ് ഒരു LP സ്കൂളിനായി. 10-20 രൂപ സ്വരുക്കൂട്ടി ഇന്നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ 44 വർഷം മുൻപ് ഒരു സ്കൂൾ പണിയാൻ വാങ്ങിയ സ്ഥലമാണിത്. 4 പതിറ്റാണ്ടിനിപ്പുറവും ഈ സ്ഥലം ഇങ്ങനെ കിടക്കുകയാണ്. സാങ്കേതികത്വം പറഞ്ഞ് മാറി മാറി വന്ന സർക്കാരുകൾ ഇവരെ പരിഗണിച്ചില്ല. ഒടുവിൽ നിവർത്തിക്കിട്ടാണ് നിയമ പോരാട്ടവുമായി കോടതികളെ സമീപിക്കുന്നത്. എല്ലാ അനുകൂലമായിരിക്കുന്ന തീരുമാനമുണ്ടായിട്ടും അഥവാ അനുകൂലമായിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും ഉണ്ടായിട്ടും മാറി മാറി വന്ന സർക്കാരിൽ നിന്ന് യാതൊരു അനുകൂല നടപടിയും ഇല്ലാത്തതിൻ്റെ പേരിൽ അവസാനം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി 3 മാസം കൊണ്ട് സ്കൂൾ അനുവദിക്കണമെന്ന് വിധിച്ചു. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ LDF സർക്കാർ ആ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ സ്റ്റേ ഓർഡർ നീക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും എന്തായത് സുപ്രീം കോടതിയിൽ പോയി. അങ്ങനെ ഇന്ത്യയുടെ പരമോന്നത കോടതി 3 മാസം കൊണ്ട് നാട്ടുകാർക്ക് അനുകൂലമായിട്ട് വിധി കൽപ്പിച്ചു. എത്രയും വേഗം സ്കൂൾ നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. എന്നാൽ ഇതുവരെയും നടപടികളൊന്നും ഉണ്ടായില്ല. അപ്പോൾ സർക്കാരിനുള്ള അനുകൂല വിധി എന്നുള്ള സംഭവമാണ് വേണ്ടത്. അതും ഈ ഒരു സർക്കാർ മാറി വന്നതോടുകൂടെ നമുക്ക് അതിൽ ഏറെക്കുറെ വളരെ പ്രതീക്ഷയാണുള്ളത്. ഈ വരുന്ന ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി അതുപോലെ തന്നെ CM-നെയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് ഈ അധ്യയന വർഷം തന്നെ സ്കൂൾ നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ UDF സർക്കാരിനോട് പറയാനുള്ളത്, ഈ വർഷം തന്നെ കഴിയുന്നതും വൈകാതെ എളുപ്പത്തിൽ ഈ പ്രദേശത്ത് സ്കൂൾ അനുവദിക്കാൻ വേണ്ട നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണം എന്നാണ് അറിയിക്കാനുള്ളത്. ഇനിയും വൈകിയാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. 40 വർഷം നീണ്ട ഈ നാട്ടുകാരുടെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ ഗ്രൗണ്ടിൽ 3 മാസത്തിനകം സ്കൂൾ നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നിട്ട് ഇപ്പോൾ 8 മാസം പിന്നിട്ടു. ഇവിടെ യാതൊരു വിധത്തിലുള്ള നടപടിയും ആരംഭിച്ചിട്ടില്ല. അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം എന്നാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മലപ്പുറം എലമ്പ്രയിൽ നിന്ന് അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1. ജംഷീർ കൊടിഞ്ഞി തന്നെ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ജംഷീർ, ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പ്, അതിനിടയിൽ ചെയ്യാവുന്നത് സാധ്യമായതെല്ലാം ചെയ്തുകൊണ്ട് നാട്ടുകാരിപ്പോഴും കാത്തിരിക്കുന്നു. അധികൃതർ കണ്ണു തുറക്കുന്നില്ല. ഒരു കൃത്യമായി തന്നെ ഒരു അവഗണന ഈ മേഖലയോടുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജിൽസി, ഒരു സ്കൂളിന്, അതായത് ഒരു നാട്ടിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു LP സ്കൂളിന് വേണ്ടി ഒരു നാട് കാത്തിരിക്കുകയാണ് 44 വർഷത്തോളം. അതിൻ്റെ സാങ്കേതികത്വം, അത് 1982 അവർ ആദ്യമായി ഇങ്ങനെ സ്കൂൾ വേണമെന്നുള്ളൊരു ആവശ്യം അന്നത്തെ അവിടുത്തെ കാരണവന്മാരായ ആളുകൾ അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവർ ആദ്യം കണ്ടെത്തിയത് ഈ സ്കൂൾ വേണമെങ്കിൽ സ്ഥലം വേണമെന്നുള്ളതായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ 10, 20, 30 രൂപ സ്വരുക്കിട്ടിയും അവരുടെ താലിമാല വിറ്റും അതോടൊപ്പം ഹജ്ജിന് പോകാൻ കരുതിയ പണം സ്വരൂപിച്ചും ഒക്കെയാണ് പണം കണ്ടെത്തി 1 ഏക്കർ സ്ഥലം വാങ്ങിയത്. അന്ന് ആ സ്ഥലം വാങ്ങിയത് വളരെ ആകാംക്ഷയോടുകൂടി, അല്ലെങ്കിൽ സ്കൂൾ ലഭിക്കുന്ന പ്രതീക്ഷയോട് കൂടിയായിരുന്നു. അന്ന് ആ സ്ഥലം വാങ്ങിയിട്ടതാണ്. ആ സ്ഥലം വാങ്ങി ഇന്ന് 44 വർഷം പിന്നിട്ട് പല സർക്കാരുകൾ വന്നു പോയി. പക്ഷേ യാതൊരു വിധത്തിലുള്ള പരിഗണനയും ഇവർക്ക് ലഭിച്ചില്ല. സാങ്കേതികത്വം പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞ് അതങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2015 അന്നത്തെ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഇവിടെ സ്കൂൾ വേണമെന്നുള്ള ഇവരുടെ ന്യായമായ ആവശ്യമാണെന്ന് കണ്ട് സർക്കാരിന് റിപ്പോർട്ട് നൽകിയതാണ്. ഈ നാട്ടുകാരെ പിന്നീട് സർക്കാരിനെ സമീപിച്ചു. നയപരമായ ഇതിൽ തീരുമാനമെടുത്തില്ലെന്ന് പറഞ്ഞ് ആണ് പിന്നീട് അവരെ മടക്കി അയച്ചത്. പിന്നീട് എന്ത് ചെയ്യുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇവർ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സ്കൂൾ നിർമ്മിക്കണം, എത്രയും വേഗം സ്കൂൾ നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വിധിക്കെതിരെ അന്ന് സർക്കാർ 2015 ശേഷം സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്നും നാട്ടുകാർക്ക് അനുകൂലമായി വിധി വന്നു. 3 മാസത്തിനകം സ്കൂൾ തുറക്കാനുള്ള നടപടി ഉണ്ടാകണം. ഈ സ്കൂൾ മാത്രമല്ല, അന്ന് വന്ന വിധി എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ചുറ്റളവിൽ LP സ്കൂൾ വേണം. അതോടൊപ്പം തന്നെ എലമ്പ്രയിൽ എത്രയും വേഗം സ്കൂൾ നിർമ്മിക്കണം. സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താനാകില്ല. എത്രയും വേഗം സ്കൂൾ നിർമ്മിക്കണമെന്നുള്ള വിധി വന്നത്. ആ വിധി വന്നിട്ടിപ്പോൾ, അതായത് 3 മാസം കൊണ്ട് സ്കൂൾ നിർമ്മിക്കണം അല്ലെങ്കിൽ എടുക്കാനുള്ള നടപടികൾ, സ്കൂളിനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന വിധി വന്നിട്ടിപ്പോൾ 8
8 മാസം പിന്നിട്ടു, യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നാട് കാത്തിരിക്കുന്നതിന്റെ അങ്ങേയറ്റം കാത്തിരുന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ സർക്കാരിൽ അവർ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി സർക്കാർ ഇതിനകത്ത് ഇടപെട്ട് മുന്നോട്ട് വരണം. ഈ സ്കൂൾ എന്നൊരു ന്യായമായ ആവശ്യം അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. സാധ്യമായതൊക്കെ ചെയ്തു. വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടം നടത്തി സുപ്രീം കോടതിയിലെത്തി അനുകൂല വിധി സമ്പാദിച്ചിട്ട് പോലും ഒരു സ്കൂൾ എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാർ കണ്ണു തുറക്കണം, ഇടപെടണം എന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ് നാട്ടുകാർ.